السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത ദിവസം, അതേപോലെ മാസം, സ്ഥലം, സമയം, ഇതിനെയൊക്കെയും വളരെയധികം ബഹുമാനിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. ഉദാഹരണമായി പരിശുദ്ധ റമളാനു ഷരീഫിനെ ആദരിക്കപ്പെടാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമളാൻ മാസം, ഉൻസില ഫീഹ്, ആ റമളാനിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു, അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നു. ആ മാസത്തെ ബഹുമാനിക്കപ്പെടാനുള്ള കാരണം ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നതാണ്. എന്നിട്ട് പറയുന്നു, ഈ കാരണത്താൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിൽ ഹാജറുള്ളവർ പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. ഏറ്റവും വലിയ ആദരവാണ് ഒരു ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ബഹുമാനിക്കൽ. അതിന് കാരണം, ഒരു മാസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നതിൻ്റെ കാരണമായി പറഞ്ഞത് ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ കാരണം പറയുന്നു. ഏതൊരു ദിവസത്തെയും ബഹുമാനിക്കുന്നതിൻ്റെ പിറകിൽ ഒരു കാരണമുണ്ടാവും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫീഹി ഖുലിഖ ആദമു അലൈഹിസ്സലാം. വെള്ളിയാഴ്ചയാണ് മനുഷ്യരുടെ തുടക്കക്കാരനായ നമ്മുടെ പിതാമഹൻ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. ഈ വെള്ളിയാഴ്ചയാണ് മഹാനവർകൾക്ക് സ്വർഗപ്രവേശനം നൽകപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹാ. ആ സ്വർഗത്തിൽ നിന്ന് മഹാനവർകൾ പുറത്താക്കപ്പെടുന്നതും ഇതേപോലെ ഒരു വെള്ളിയാഴ്ചയാണ്. ലാ തഖൂമുസ്സാഅ. ഖിയാമത്ത് നാൾ സംഭവിക്കില്ല ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ ഖിയാമത്ത് വരില്ല. അപ്പോൾ വെള്ളിയാഴ്ചയെ ബഹുമാനിക്കപ്പെടാനും കാരണം പറയുന്നു, മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണം. ഇനി നോക്കൂ നിങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ബഹുമാനിച്ച ഒരു ദിവസമായിരുന്നു തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച ദിവസം അവിടുന്ന് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. എന്തിനും ഒരു കാരണമുണ്ടാകും എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കുന്നു. അങ്ങനെ സ്വഹാബത്ത് ചോദിക്കുന്നു നബിയോട്, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? ചൊവ്വാഴ്ചക്കോ ഞായറാഴ്ചക്കോ ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണ് തിങ്കളാഴ്ചക്കുള്ളത്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻ എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്നു, സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ. എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് വളരെ കൃത്യവും വ്യക്തവുമായി അവിടെ നിന്ന് മറുപടി പറയുന്നു, ദാക യൗമുൻ വലിത്തു ഫീ. ആ ദിവസം എൻ്റെ ജന്മദിനമാണ്. എൻ്റെ ജന്മദിനമാണ് തിങ്കളാഴ്ച. ചിലടുത്ത ജന്മത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഒരു കാലത്ത് ലോകത്തങ്ങോളം ഇങ്ങോളം ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും പറയുമായിരുന്നു, അതൊക്കെ ചിലർ തട്ടിവിടുന്നതാണ്, ലോകത്തെവിടെയും റബീഉൽ അവ്വലിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന പുതിയ തലമുറ, ന്യൂ ജനറേഷൻ, അവരുടെ കയ്യിൽ ലോകം അവരുടെ കയ്യിലുണ്ട്.
നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു AI ടൂളിനോട്, ജെമിനയോടോ അല്ലെങ്കിൽ ChatGPTയോടോ അതിന് സമാനമായി ഏതെങ്കിലും ഒരു AI നിങ്ങൾ ചോദിക്കൂ, ലോകത്ത് നടക്കുന്ന മീലാദ് പരിപാടികളെ കുറിച്ച്. ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളും അവിടുത്തെ മൗലിദ് സദസ്സുകളും പ്രത്യേക പരിപാടികളും നടക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചിലരുടെ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കത്താണല്ലോ. ആ മക്കത്ത് റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ പരിപാടികളൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അവിടുന്ന് അന്തി ഉറങ്ങുന്നത് മദീനത്തുൽ മുഖറമയിലെ മുഷറഫയിലാണല്ലോ. പരിശുദ്ധ മദീനയിൽ നമ്മൾ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ ഒരു ഭക്ഷണ വിതരണമോ അല്ലെങ്കിൽ മദ്ഹ് പാടുന്ന സദസ്സുകളോ ഒരു നബിദിന റാലിയോ നമ്മളവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണക്കാരായ ആളുകൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവരും ആലോചിക്കും, ശരിയാണല്ലോ, മക്കയും മദീനയും ഇസ്ലാമിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണല്ലോ, അവിടെ എന്തുകൊണ്ടാണ് അതില്ലാത്തത് എന്ന് ചിന്തിക്കും. ആ ചോദ്യം ചോദിക്കുന്നവരോട് ഇനി നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എന്നു മുതലാണ് മക്കത്തും മദീനത്തും ഇതില്ലാതായത് എന്ന് തിരിച്ചു ചോദിക്കണം. കാരണം മക്കത്തും മദീനത്തും നടന്നതുപോലെ മൗലിദുകളും അതേപോലെ റബീഉൽ അവ്വലിന്റെ പ്രത്യേക പരിപാടികളും നടന്ന സ്ഥലം ലോകത്ത് വേറെ ഇല്ലായിരുന്നു എന്നതാണ് ചരിത്രം. ഞാനിത് വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് പരിശോധിക്കാൻ പാകത്തിൽ ഞാൻ ചില കാര്യങ്ങളും ധരിക്കാം. നമ്മൾക്ക് ചരിത്രമാണല്ലോ അതിന് തെളിവ്. മക്കത്തും മദീനത്തും റബീഉൽ അവ്വലിൽ എന്തെങ്കിലും നടന്നിരുന്നോ എന്നതിന് ചരിത്രമാണ് തെളിവ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്നതിൻ്റെയും 850 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ ലോകപ്രശസ്ത ഗ്രന്ഥകർത്താവ്, യാത്രാ വിവരണക്കാരനൊക്കെയായിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ജുബൈർ അൽ അൻദലൂസി, അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 540-ലാണ്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 614-ലാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ രേഖയാണ്, ചരിത്ര ഗ്രന്ഥമാണ് റിഹ്ലത്ത് ഇബ്നു ജുബൈർ അൽ അൻദലൂസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തെവിടെ നിന്നും വായിക്കാൻ കഴിയുന്ന ഇന്നും ലഭ്യമായ വലിയ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണത്. ആ യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം മക്കത്ത് ചെന്നപ്പോൾ കണ്ട ചില സന്ദർഭങ്ങൾ ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, വമിൻ മശാഹിദിഹൽ കരീമ. അറബി അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ടല്ലോ. അദ്ദേഹം പറയാൻ, പരിശുദ്ധ മക്കയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് അയ്വൻ. ഒരുപാട് സ്ഥലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, അതിൽ പെട്ടതാണ് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ച സ്ഥലം. അതേപോലെ വത്തുർബത്തു ത്വാഹിറ, പരിശുദ്ധമായ മണ്ണ്. ഏത് മണ്ണ്? അല്ലതീ ഹിയ അവ്വലു തുർബത്തിൻ മസ്സത് ജിസ്മുഹുൽ ലാഹിർ, അവിടുത്തെ ഭൗതിക ശരീരം ആദ്യമായി ടച്ച് ചെയ്ത മണ്ണ്. ഞാനത് പറയുമ്പോൾ നമ്മൾക്ക് രോമാഞ്ചമുണ്ടാകുന്നില്ലേ? ആരാണിതൊക്കെ നശിപ്പിച്ചതെന്ന് എൻ്റെ പുതിയ തലമുറയിലെ മക്കൾ പഠിക്കണം. അവിടുത്തെ പരിശുദ്ധമായ ശരീരം പ്രസവിച്ചു വീണ സ്ഥലം. എന്നിട്ട് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നു, ബുനിയ അലൈഹ, അവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു മസ്ജിദുൻ, ഒരു പള്ളി ഉണ്ടായിരുന്നു. റസൂലുള്ള ജനിച്ച സ്ഥലത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് ആ പള്ളി അവിടെ കാണാൻ കഴിയില്ല. ആരാണ് ആ പള്ളി പൊളിച്ചു കളഞ്ഞവർ? ഇന്നും ലോകത്ത് മക്ബറകൾ പൊളിച്ചും പള്ളി പൊളിച്ചുമൊക്കെ നടക്കുന്ന ഒരു വിഭാഗത്തിന്റെ തലതൊട്ടപ്പന്മാരാണ് അന്ന് പരിശുദ്ധ മക്കയിൽ ആ പള്ളി പൊളിച്ചു കളഞ്ഞത്. നോക്കൂ നിങ്ങൾ, ബുനിയ അലൈഹ മസ്ജിദുൻ, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ലം യുറ അഹ്ഫലു ബിനാഅൻ മിൻ, അതിനേക്കാൾ മനോഹരമായ ഒരു കെട്ടിടം അന്ന് മക്കത്തുണ്ടായിരുന്നില്ല. അത്ര മനോഹരമായ ഒരു മസ്ജിദ് റസൂലുള്ള ജനിച്ച സ്ഥലത്തുണ്ടായിരുന്നു. അക്സറുഹു ദഹബുൻ, അതിലധികവും സ്വർണമായിരുന്നു. ആ പള്ളിയുടെ നിർമ്മിതിയിൽ സ്വർണം പൂശിയ ഭിത്തികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. വൽ മൗദിഉൽ മുഖദ്ദസുല്ലദീ സഖത ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ പ്രസവിക്കപ്പെട്ട അവിടുന്ന് ഭൂമിയിലേക്ക് വീണ ആ സ്ഥലം, സാഅത്തൽ വിലാദത്തി സഈദത്തിൽ മുബാറക, പരിശുദ്ധമായ അനുഗ്രഹീതമായ ആ ജന്മം നടന്ന സ്ഥലം. മഹ്ഫൂഫും ബിൽ ഫില്ല,
ആ ഭൂമി വെള്ളി കൊണ്ട് പൂശി അടയാളപ്പെടുത്തിയ രീതിയിലുണ്ടായിരുന്നു. ആരാണത് തകർത്തു കളഞ്ഞത്? എവിടെയാണ് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത്? ഇന്ന് മക്കത്ത് പോയാൽ നമ്മൾക്കൊന്നും കാണാൻ കഴിയില്ല. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു വീണ സ്ഥലം കാണാനുള്ള അവകാശം പോലും ലോക മുസ്ലിമീങ്ങൾക്ക് ഇല്ലാതാക്കിയ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമല്ലാതെ റബീഉൽ അവ്വൽ വരുമ്പോ കൊഞ്ഞനം കാട്ടുന്നവരായി നിൽക്കാറില്ല. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഇനി അദ്ദേഹം തന്റെ റിഹ്ലയിലെ അടുത്ത പാരഗ്രാഫ് പറയുന്നത് നോക്കൂ നിങ്ങൾ. റബീഉൽ അവ്വലിൽ എന്താണ് അവിടെ നടന്നത്? യുഫ്തഹു ഹാദൽ മൗദിഉൽ മുബാറക്, ഈ പരിശുദ്ധമായ ആ പള്ളി തുറക്കപ്പെടും, ആ സ്ഥലം തുറക്കും. ഫയദ്ഖുലുഹു നാസു കാഫത്തൻ, ജനങ്ങളെല്ലാം ആ സ്ഥലത്ത് കയറും. എന്തിനാണ് കയറുന്നത്? മുതബരിക്കീന ബിഹി, ആ സ്ഥലത്ത് ചെന്ന് ബറക്കത്ത് കിട്ടാൻ വേണ്ടി ജനങ്ങളൊക്കെയും കയറും. ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വലിൽ മക്കത്ത് എന്താ ഇല്ലാത്തത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. റബീഉൽ അവ്വലിൽ ആ സ്ഥലം തുറക്കും. വയൗമൽ ഇസ്നൈനി മിൻ, റബീഉൽ അവ്വലിലെ എല്ലാ തിങ്കളാഴ്ചയും തുറക്കും. കാരണം അന്നഹു കാന ശഹ്റ മൗലിദിഹി, അവിടുത്തെ ജന്മം നടന്ന മാസമാണ് ആ മാസം. ആ മാസത്തിൽ മക്കത്ത് അവിടുന്ന് ജനിച്ച വീടിന്റെ സ്ഥലത്തുള്ള ആ പരിശുദ്ധമായ സ്ഥലം തുറക്കും. എന്നിട്ട് പറയുന്നു വഫിൽ യൗമിൽ മദ്കൂർ, റബീഉൽ അവ്വൽ 12 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം വതുഫ്തഹുൽ മവാദിഉൽ മുഖദ്ദസത്തുൽ മദ്കൂറത്തു കുല്ലുഹാ, ആ സ്ഥലങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് അങ്ങ് തുറന്നു കൊടുക്കും. ജനങ്ങൾ അവിടെ കയറും, അവിടുന്ന് സ്വലാത്ത് ചൊല്ലും, അവിടുത്തെ സ്ഥലങ്ങൾ കണ്ട് ബറക്കത്തെടുക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മം നടന്ന സ്ഥലം കണ്ട് അവരുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയും. ഈ ഒരു നന്മയെ തകർത്തു കളഞ്ഞു സൗദി അറേബ്യയിൽ നിന്ന്. ഇന്നവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് പോലെ ലോകത്തെവിടെയും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ വായിക്കുന്നത് ഇബ്നു ജുബൈർ അൽ അൻദലൂസിയുടെ റിഹ്ലയുടെ പേജ് നമ്പർ 82 നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. സംശയമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാം. പ്രിയമുള്ളവരെ, ലോകമൊന്നടങ്കം അംഗീകരിക്കുന്ന വിശ്വപ്രസിദ്ധ ചരിത്രകാരനും അതേപോലെ യാത്രാ വിവരണം നടത്തുന്ന ആളുമാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ചരിത്രം പഠിക്കുമ്പോൾ ഇബ്നു ബത്തൂത്തയെ ഹിസ്റ്ററി പഠിക്കുന്നവർ പഠിക്കാറുണ്ട്. ലോകം അംഗീകരിച്ച ചരിത്രകാരനാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത ജനിക്കുന്നത് ഹിജ്റ 703 വഫാത്താകുന്നത് 779 അഥവാ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിൽ നിന്നും ഒരു 750ഓളം കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ റിഹ്ലയുടെ ഒരു ഹെഡിങ് ദിക്റു ഖാദി മക്ക, മക്കത്തെ ഖാദിയെ കുറിച്ച് പറയുന്ന അധ്യായം. വഖതീബിഹാ വ ഇമാമിൽ മൗസിം വ ഉലമാഇഹാ വ സുലഹാഇഹാ, മക്കത്തെ പള്ളിയിലെ മസ്ജിദുൽ ഹറമിലെ ഖാദി, അവിടുത്തെ ഖതീബ്, ഹജ്ജ് വേളയിൽ ഇമാമു നിൽക്കുന്നവർ, അവിടുത്തെ പണ്ഡിതന്മാർ, അവിടുത്തെ സ്വാലിഹീങ്ങൾ, അവരെ കുറിച്ച് ഇബ്നു ബത്തൂത്ത വിവരിക്കാൻ അദ്ദേഹം മക്കത്ത് പോയപ്പോൾ കണ്ട കഥയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അന്നത്തെ ഖാലി മുഹയ്യദ്ദീൻ ത്വബരിയുടെ മകൻ നജ്മുദ്ദീൻ ത്വബരി റഹിമഹുല്ല എന്ന മഹാനായിരുന്നു. ആ മഹാനെ കുറിച്ച് പറയുന്നു, അൽ ആലിമു സ്വാലിഹുൽ ആബിദ്, അദ്ദേഹം വലിയ ആലിമായിരുന്നു, വലിയ ആബിദായിരുന്നു, സ്വാലിഹായ മനുഷ്യനായിരുന്നു, ധാരാളം സദഖകൾ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത വയുത്ഇമു ത്വആമൽ കസീർ, ധാരാളം ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഫിൽ മവാസിമിൽ മുഅല്ലമ, പ്രത്യേകമായ ദിവസങ്ങളിലും സമയത്തൊക്കെ വലിയ ഭക്ഷണം നൽകുമായിരുന്നു. വഖുസൂസൻ, കേട്ടോളൂ, ഇബ്നു ബത്തൂത്ത എഴുതുകയാണ്, വഖുസൂസൻ, പ്രത്യേകിച്ച് ഫീ മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന അന്ന് മക്കത്തെ മസ്ജിദുൽ ഹറമിലെ ഇമാമിന്റെ വക ഭക്ഷണം വിതരണം ഉണ്ടാകുമായിരുന്നു. റബീഉൽ അവ്വലിൽ യശന്തപുരം പള്ളിയിൽ നിന്ന് ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് ഒരു പാത്രത്തിൽ ഭക്ഷണവും എടുത്തു പോകുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ആളുകളെ ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട്. അവർ ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല വായിക്കണം. മക്കത്തെ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു റബീഉൽ അവ്വൽ 12. അന്നത്തെ ദിവസം ഫഇന്നഹു യുത്ഇമു ഫീഹി ശുറഫാഅ മക്ക വകുബറഅഹ വഫുഖറഅഹ,
വഖുദ്ദാമൽ ഹറമിൽ ശരീഫ് വജമീഅൽ മുജാവിരീൻ. അവിടെയുള്ള പ്രമാണിമാർ, അവിടെയുള്ള പണ്ഡിതന്മാർ, ഖുദ്ദാമുൽ ഹറം, ഹറമിലെ സേവകന്മാർ, അതേപോലെ വൽ മുജാവിരീൻ, ഹജ്ജിനും ഉംറക്കുമൊക്കെ വന്ന യാത്രക്കാർ, അവർക്കെല്ലാവർക്കും റബീഉൽ അവ്വൽ 12-ന് ഹറമിലെ ഇമാമിന്റെ വകയിൽ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. ഇന്ന് ഹറമിലെ ഇമാമിന് അങ്ങനെ ഒന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ആ നാടിനെ മാറ്റിമറിച്ച ഒരു സമൂഹമുണ്ട്. ആ സമൂഹം ഈ റബീഉൽ അവ്വലിനും ചെറിയ ലഘുലേഖയും കൊണ്ടുവരും. നമ്മൾ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കൊള്ളുക, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഞങ്ങൾക്ക് വിട്ടുതരുക. അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് മദ്ഹു കീർത്തനങ്ങൾ പാടി ദിക്റും സ്വലാത്തും ചൊല്ലി അവിടുത്തെ ചര്യകൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ റബീഉൽ അവ്വലിനെയും നമ്മൾക്ക് സമുചിതമായി ആഘോഷിക്കണം. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് തരട്ടെ. അതിനുവേണ്ടി എല്ലാവരും സന്നദ്ധരാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം വിഷയകമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.